പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഷാർജയില് കൊല്ലം സ്വദേശി അതുല്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നാട്ടിലെത്തിയ ഭർത്താവ് സതീഷിനെ വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തു. ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടപടി. അന്വേഷണ സംഘം സതീഷിനെ കൊല്ലത്തെത്തിച്ച് മൊഴിയെടുത്ത ശേഷം വിട്ടയക്കും. ജില്ലാ കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യവും സതീഷിന് ലഭിച്ചിരുന്നു. കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇതിനു പിന്നാലെയാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് നാട്ടിലെത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വലിയതുറ പോലീസിന് കൈമാറി. നേരത്തെ സതീഷ് കൊല്ലം ജില്ലാ കോടതി സമീപിച്ച് ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാനാണ് നാട്ടിലെത്തിയതെന്ന് സതീഷ് പ്രതികരിച്ചു. 2 ലക്ഷം രൂപ ആൾജാമ്യത്തിലും അന്വേഷണത്തോട് സഹകരിക്കാമെന്ന ഉറപ്പിന്മേലുമാണ് ജാമ്യമെന്ന് സതീഷിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. 2 ലക്ഷം രൂപ വരുന്ന 2 ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യത്തിൽ വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി പറഞ്ഞിട്ടുള്ളത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ സതീഷ് തയ്യാറാണ്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. അതേസമയം ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുമെന്നും സതീഷിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരെ സമീപിക്കുമെന്നും അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു. പോലീസ് ഇനിയിപ്പോൾ ഇതിന്റെ അന്വേഷണ ഇവന് ജാമ്യം കൊടുക്കാതെ അവന്റെ ജാമ്യം റദ്ദാക്കി അകത്തിടണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എന്നെങ്കിലും ഇത് കറക്റ്റ് തെളിയിക്കാൻ പറ്റൂ. ഇവനെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിന് കഴുത്തിൽ കുരുക്കിട്ട് ഒരിക്കലും അവളത് ചെയ്യാത്തോളാം, ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. സതീഷിന്റെ വിശദമായ മൊഴി ക്രൈംബ്രാഞ്ച് ഉടൻ രേഖപ്പെടുത്തും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു. അതുല്യയെ മർദ്ദിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കേസിലെ പ്രധാന തെളിവ്. ന്യൂസ് മലയാളം, കൊല്ലം.